കാണിച്ചില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്താണ് ഞാൻ അനീതി കാണിച്ചത്? ലോകത്തിന്റെ നേതാവ് പറഞ്ഞ മറുപടി അറിയണേ പെങ്ങള്, കേൾക്കണേ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ അനീതിയാണ് കാണിച്ചത്. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ പൊന്നുമകൻ വന്നപ്പോ നിങ്ങൾ അവർക്ക് ചുംബനം കൊടുത്തു, അവനെ പിടിച്ചു മടിയിലിരുത്തി. പൊന്നുമോള് വന്നപ്പോ നിങ്ങൾ ചുംബനം കൊടുത്തിട്ട് മടിയിലിരുത്തിയില്ല, താഴെയാണ് ഇരുത്തിയത്. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ മക്കളോട് അനീതി കാണിക്കുന്നവരുണ്ടോ? സ്നേഹത്തില്, പരിഗണനയില്, സംസാരത്തില്, പെരുമാറ്റത്തില്. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഉമ്മമാരെ, അതാ ചെറിയ മക്കളോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ഏത് കുടുംബത്തിനും വിഷയം എന്തെന്നറിയോ? മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ചെറിയ മക്കളോടാണ്. മൂത്ത മകനോട് വല്ലാത്ത ദേഷ്യമാണ്, അവന് പ്രത്യേക പരിഗണന കൊടുക്കാറില്ല. എന്തു വന്നാലും വീട്ടിലെ മൂത്ത മകളുണ്ടല്ലോ, മകനുണ്ടല്ലോ, അവനെ കടിച്ചു കീറുകയാ, വല്ലാതെ ദേഷ്യപ്പെടുകയാ. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ഏത് വീട്ടിലും എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പായും ഉമ്മായും ദേഷ്യം ചേർക്കുന്നത് ഈ മൂത്ത മക്കളോടാ. ഏറ്റവും ഒന്നാമത്തെ കുട്ടികളോട്, ഈ ചെറിയ ചെറിയ മക്കളോട് വല്ലാത്ത സ്നേഹം, അതിനോട് മാത്രം. ഒരിക്കലും അങ്ങനല്ല. ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് ഏറ്റവും ഒന്നാമത്തെ മക്കളോടാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? കല്യാണം കഴിച്ച് കാത്തിരുന്നപ്പോ അള്ളാഹു ആദ്യമായിട്ട് തന്നത് ആ ഒന്നാമത്തെ കുഞ്ഞിനെയല്ലേ? അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് കാത്തു ദുആ ചെയ്ത് നടന്നപ്പോ അല്ല തന്നപ്പോ നമ്മൾ ഇത്തിരി ഓവർ സ്നേഹം കാണിച്ചിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ചേ. ഒരുപാട് സ്നേഹം കൊടുത്തു, അവൻ ഒരുപാട് സ്നേഹം കൊടുത്താ നമ്മൾ വളർത്തിയത്. പക്ഷെ രണ്ടാമത് അത്രയ്ക്കും കിട്ടൂല, മൂന്നാമത് അത്രയ്ക്കും കിട്ടൂല. അപ്പൊ ഈ ഒരുപാട് സ്നേഹം കിട്ടിയ കുഞ്ഞിനോട് അത് കിട്ടാതെ വരുമ്പോ അത് വലിയ പ്രശ്നമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആക്കരുത്. നമ്മൾ അങ്ങനെ മക്കളെ കമ്പയർ ചെയ്യരുത്. അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, ഒരിക്കലും അങ്ങനെ പറയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മാതാപിതാക്കളോട്, ചില പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹം, ചിലർക്ക് ആൺമക്കളോട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ചെറിയ മകനോട് വല്ലാത്ത സ്നേഹം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട്. അള്ളാഹു ഇപ്പൊ ഉമ്മ രോഗിയായി ഹോസ്പിറ്റലില്ല. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നമ്മൾ മക്കൾക്കിടയിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വസ്തുവൊക്കെ വിഹിതം വെക്കുമ്പോൾ ഒരാൾക്ക് കൂടുതൽ, അവന് കൂടുതൽ, അവൾക്ക് കൂടുതൽ, പ്രത്യേകമായിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഒരാൾക്ക് മാത്രം അങ്ങനെ കൂട്ടി, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേക പരിഗണനയൊന്നുമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബശീർ എന്ന് പറയുന്ന പിതാവ് നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ബശീർ എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവൻ എപ്പോഴും ഇൽമു പഠിക്കുന്ന വിഷയത്തിലാണ്. അവനൊരു മുത്തഅല്ലിമാണ്, ഉസ്താദിനെ പഠിക്കുന്ന കുഞ്ഞാണ്. എപ്പോഴും നബി തങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന പയ്യനാണ് നുഅ്മാൻ. ആ നുഅ്മാൻ എന്ന് പറയുന്ന മകന് ഞാൻ എന്റെ സ്ഥലം എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറയുകയാണ്, നുഅ്മാൻ ഇബ്നു ബശീർ, എന്റെ പൊന്നുമകൻ മുത്തഅല്ലിമായത് കാരണം, അവൻ ഇൽമു പഠിക്കുന്നവനായ കാരണം കൊണ്ട് ഞാൻ എന്റെ സ്ഥലം അവൻ എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമന്നടോ. നബി തങ്ങൾ ചോദിക്കുന്നു, ബശീറേ, പ്രായമാകുമ്പോ നുഅ്മാൻ മാത്രം നോക്കിയാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് കുളിപ്പിച്ചാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് പൊതിഞ്ഞാ മതിയോ? നുഅ്മാൻ മാത്രം എല്ലാ കാര്യത്തിനും വന്നാ മതിയോ? മറ്റു മക്കളൊന്നും വരണ്ടേ ബശീറേ?
നബി തങ്ങൾ പറഞ്ഞു നീതിയല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. അത് കൊലപാതകങ്ങൾ വരെ ചെല്ലുകയാണ്. കൂടപ്പറപ്പിന്റെ തലയിലേക്ക് ജ്യേഷ്ഠനതാ അനുജന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് തലയിലടിച്ച് തന്റെ പൊന്നാര് അനിയന്റെ തലയടിച്ചു പൊട്ടിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോ അവനോട് മാത്രമാണ് ഉമ്മാന് വല്ലാത്ത സ്നേഹം, അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് നമ്മുടെ പരിസരത്താടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിലെ വേർതിരിവ് കൊലപാതകങ്ങളിൽ വരെ എത്തുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യാക്കൂബ് നബിയുടെ അതാ മകനായ യൂസുഫിനോട് വാപ്പ പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. യൂസുഫ് നബി ആരോടും പറഞ്ഞില്ല. പക്ഷേ മക്കൾക്ക് മനസ്സിലായി വാപ്പയ്ക്ക് അവനോടാണ് സ്നേഹം കൂടുതലെന്ന്. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി യൂസുഫിനെ വളർത്തിയത്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചില്ല. പക്ഷേ യാക്കൂബ് നബിക്ക് യൂസുഫിനോട് വല്ലാത്ത സ്നേഹമാ, യൂസുഫിനോട് വല്ലാത്ത ഒരു പരിഗണനയാ. ഇത് കൂടപ്പറപ്പുകൾക്ക് സഹിച്ചില്ലടോ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ശത്രുതയായി, എല്ലാവർക്കും അത് മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തുകയാണ്. യൂസുഫിനെ വകവരുത്തണമല്ലോ, എങ്ങനെയെങ്കിലും യൂസുഫിനെ കൊല്ലണമല്ലോ. പക്ഷേ വാപ്പ ഒരിക്കലും യൂസുഫിനെ വിട്ടുതരികയില്ല. അങ്ങനെ എല്ലാവരും കൂടെ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ ഞങ്ങൾ വിനോദത്തിന് വേണ്ടി പോവുകയാണ്, കളിക്കാൻ പോകുകയാണ്, യൂസുഫിനെ ഞങ്ങളുടെ കൂടെ വിടണം. വാപ്പ പറഞ്ഞില്ല, അവനെ ചെന്നായ പിടിക്കും. നിങ്ങൾ കളിച്ച് നടക്കുമ്പോ അവൻ ഒറ്റപ്പെട്ടു പോയാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകും. ഇല്ല വാപ്പാ, ഞങ്ങൾ നോക്കിക്കൊള്ളാ. എല്ലാവരും കൂടെ സംഘം ചേർന്നുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ സമ്മർദ്ദത്തിലാക്കി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ വിളിച്ചു കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. യൂസുഫിനോട് അവർക്ക് വല്ലാത്ത വൈരാഗ്യമായിരുന്നു. വാപ്പ ഇവനെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഇവൻ കാരണമാണ് വാപ്പ നമ്മളെ ഇഷ്ടപ്പെടാത്തത്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വൈരാഗ്യമായി. അല്ലാ, ഇവരെല്ലാവരും കൂടെ ചേർന്നല്ലേ പൊട്ടക്കിണറ്റിലേക്ക് യൂസുഫിനെ വലിച്ചെറിഞ്ഞത്. റബ്ബേ, പാറക്കഷ്ടം പോലും യൂസുഫിന്റെ തലയിലേക്ക് വലിച്ചെറിയാൻ അവര് തയ്യാറായത്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിലുള്ള വേർതിരിവായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അനക്കമില്ല, ശബ്ദം എന്ന ധാരണയിൽ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. എല്ലാവരും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പോഴാണ് ഇവര് വീട്ടിലേക്ക് മടങ്ങി വന്നതെന്ന്, പിതാവിന്റെ മുമ്പിലേക്ക് എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. ഇവര് പാതിരാത്രിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. പാതിരാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രണ്ട് പ്രത്യേകതയാണ് രാത്രികൾക്കുള്ളത്. അല്ലാഹുവേ, ഇവര് പാതിരാത്രി കരഞ്ഞുകൊണ്ട് പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? സ്വഭാവം മാറുമടോ. രാത്രിയായ പടച്ചവനെ, എല്ലാവരുടെ സ്വഭാവം മാറുകയാണ്. തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണ്. ആരും കാണാതെ വരുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹുവേ, പകല് നായ കാണാറുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോകുമ്പോ മിണ്ടാതെ ശാന്തമായി കിടക്കുന്ന നായ്, അത് ശാന്തമായി കിടക്കുകയാണ്. രാത്രിയായ ഏത് വാഹനത്തിന്റെ പുറകിലും അവര് കുരച്ചുകൊണ്ട് ഓടുകയാണ്. രാത്രിയാകുമ്പോ സ്വഭാവം മാറുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, വൈകുന്നേര സമയമായ നിങ്ങൾ കൊച്ചുകുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. വൈകുന്നേരമായാൽ പടച്ചവനെ സമയമാണ്. ആ സമയത്ത്
നിങ്ങളുടെ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇന്നത്തെ ഏറ്റവും വലിയ ഇന്നൊരു ഫാഷനാടോ, ഇന്നെല്ലാവർക്കും പടച്ചവനെ വൈകുന്നേരമായാൽ പകല് മുഴുവനും കിടന്നുറങ്ങുകയാണ്, രാത്രിയായ എല്ലാവരും വാരിക്കെട്ടി ഇറങ്ങുകയാണ്, ചെറുപ്പക്കാരും പെണ്ണുങ്ങളും പുറത്തിറങ്ങുകയാണ്, അവര് പാതിരാത്രി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിലൊന്ന് പെരിന്തൽമണ്ണയിൽ പോകണോ, ഏത് കടയിൽ 1 മണിക്കാകട്ടെ 2 മണിക്കാകട്ടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ കടയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ചെറുപ്പക്കാരാ, ആൺകുട്ടികളും പെൺകുട്ടികളും പടച്ചവനെ അവര് സംഘം ചേർന്നിരിക്കുകയാണ്, എവിടെ നോക്കിയാലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. രാത്രി കാലങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമാണ്, എന്തും ചെയ്യാനുള്ള ഒരു മനസ്സാണ്. മോശമായ കൂട്ടുകെട്ടുകളാണ്, ഉപ്പയും ഉമ്മയും പരിഗണിക്കുന്നില്ല, മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധയില്ല. ഉമ്മ താക്കോല് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്, നീ വിളിച്ചുണർത്തണ്ട, നീ എപ്പോഴാണ് വരുന്നത്, നീ തോന്നുന്ന സമയത്ത് വന്നാ മതി, ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തരുത്. താക്കോല് തന്റെ മകന്റെ കയ്യിലാണ്, നീ തോന്നുമ്പോ തുറന്നു കയറിക്കോ. പെങ്ങളെ, മക്കള് വഴിപിടച്ചു പോകുന്നത് അവിടെയാണ്. അല്ലാഹുവേ, ഈ വഴുത കേൾക്കുന്ന പ്രായമുള്ള ഉപ്പയോട്, ഉപ്പാ പടച്ചവനെ, നമുക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമായിരുന്നു. അല്ലാഹുവേ, 10 മണിയൊക്കെ റമളാൻ മാസം വരുമ്പോഴാണെന്ന് വീടിന് പുറത്തിറങ്ങാൻ അവസരം കിട്ടുന്നത്. ഇതുപോലെയുള്ള വഴുതകൾ വരുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. പടച്ചവനെ, വീട്ടിൽ കയറണം, 10 മണിക്ക് മുമ്പിൽ വീട്ടിൽ കയറണം. ഇന്നും പല വീടുകളിലും നിയമങ്ങളാണോ, ഇന്നും പല വീടുകളിലെ നിയമങ്ങളാണ്. പടച്ചവനെ, ഇന്നും എന്നോട് ഞാൻ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ നിന്ന് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ 10 മണിയാകും വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ വാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. പറയുന്നത് 48 വയസ്സുള്ള സഹോദരനാ, വാപ്പയ്ക്ക് പടച്ചവര് 10 മണിക്ക് മുമ്പ് വീടിന്റെ അകത്ത് കയറിയ പിതാവ് ദേഷ്യപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ മക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയോ, അവസാനം അവര് കഞ്ചാവിലും മയക്കുമരുന്നിലും MDMയിലും അകപ്പെട്ടു പോകുന്നതോ, മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകുന്നു. ഇന്നത്തെ കുട്ടികൾ 25 വയസ്സുകാരന്റെ കാര്യമല്ല. അല്ലാഹുവേ, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹോബിയാണോ, താമസിച്ചു ഭക്ഷണം കഴിക്കുകയാ. അത് നല്ല സ്വഭാവമല്ല ചെറുപ്പക്കാരാ, അത് നല്ല സ്വഭാവമല്ലടാ മോനെ. അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിധങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതെന്താ, നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കണോ, നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണോ. ഇത് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോ അവരുടെ സ്വഭാവം മാറുന്നു. പകല് മാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഞങ്ങളുടെ നാട്ടിലാണ് ഒരുത്തൻ നേരം വെളുത്തപ്പോ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പടച്ചവനെ ഇങ്ങനെ കൊന്നുകൊണ്ട് നടന്നത്. എല്ലാവരും പറയുന്നവൻ നല്ലവനാണെന്ന്. അവൻ പകല് നോക്കിയാൽ മാന്യനാണ്. ഉമ്മാനെ പടച്ചവനെ, സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കി, സ്വന്തം കൂടപ്പറപ്പിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടാ കൊന്നുകളഞ്ഞത്. അവനിങ്ങനെ കുളിച്ചവന് കൊല്ലുന്നതൊരു ലഹരിയായി മാറിയടോ. ഇതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പേടിയാണ്. ഇന്ന് പലരോടും പല കുട്ടികളോടും എന്തെങ്കിലും പറയാൻ പേടിയാണ്. എങ്ങനെയാണ് അവൻ പെരുമാറുന്നതെന്നറിയില്ല. 2-3 ദിവസം മുമ്പ് വയനാട് നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, അല്ലാഹുവേ, ഒരു ചെറിയ പയ്യന് കൂട്ടം കൂടിയിട്ട് തല്ലുന്ന വീഡിയോ കണ്ടില്ലേ, ഒരു പേടി തോന്നുന്നില്ലടോ. ഇന്നത്തെ കുട്ടികളുടെ മനസ്സിന്റെ അവസ്ഥ ഏതാടോ. എന്തിനാ പടച്ചവന്, ഇന്നലെയും 2 ദിവസം മുമ്പ്, ഇന്നലെയാണെന്ന് തോന്നുന്നു, പടച്ചവനെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ അല്ലാഹുവേ ഒരു വലിയ ആക്സിഡന്റ് കണ്ടു. പടച്ചവനെ, പണ്ട് രക്തം കാണുന്നത് നമുക്കൊരു പേടിയാണ്. പെട്ടെന്ന് തലകറങ്ങും, പെട്ടെന്ന് രക്തം കണ്ടാ തലകറങ്ങും, പെട്ടെന്ന് മുഖത്ത് കൈവെക്കും, അല്ലെങ്കിൽ കണ്ണടയ്ക്കും. പക്ഷേ ഇന്ന് പടച്ചവനെ, ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ കാണുന്ന രംഗമെല്ലാവരും മൊബൈൽ ഓണാക്കുകയാ, ലൈവ് ഇങ്ങനെ ഇടുകയാണ്. പേടിയില്ലടോ, പേടിയില്ലടോ. എല്ലാം ഇങ്ങനെ മൊബൈലിൽ പകർത്തുന്നതൊരു ഹരമായി മാറിയിരിക്കുകയാണ്. ഇന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടാം, അങ്ങനെയല്ല. എല്ലാ പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പ
ചെറുപ്പക്കാരങ്ങനെയാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിബിധങ്ങൾ പറയുകയാണ്, വൈകുന്നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രാത്രിയായാൽ അവരുടെ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കള് പാതിരാത്രിയിലാണ് പിതാക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയായാൽ മനുഷ്യന്റെ സ്വഭാവം മാറുകയാ. അതുകൊണ്ട് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. പ്രത്യേക പരിഗണന ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. അത് കൊലപാതകങ്ങളിൽ വരെ വരുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, യൂസുഫ് എന്ന് പറയുന്ന മകന്റെ ചിന്തയിലാണ് യാക്കൂബ് നബി. തന്റെ പൊന്നാര മകനും മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല. പടച്ചവനെ, കാലഘട്ടങ്ങൾക്ക് വല്ലാത്ത ദാരിദ്ര്യം വന്നു, വല്ലാത്ത പ്രയാസമായി, പട്ടിണിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത്, എല്ലാവരെയും സഹായിക്കുന്നതിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ പൊന്നാര മക്കള് യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ മക്കളെ പറഞ്ഞു വിട്ടപ്പോ യാക്കൂബ് നബി കൊടുത്ത ഉപദേശം, തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. യാക്കൂബ് നബി തന്റെ മക്കൾ ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ വാപ്പ പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങൾ വ്യത്യസ്തമായ വാതിലുകളിലൂടെ വേണം കടന്നു പോകാറ്, വേറെ വേറെ വാദത്തിലേക്ക് പ്രവേശിക്കാറ്. യാക്കൂബ് നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ കാരണം നിങ്ങൾ പഠിച്ചു നോക്കടോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞതെന്ന് ചരിത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പടച്ചവനെ യാക്കൂബ് നബി അവിടുന്ന് ഭയപ്പെടുകയാണ്. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് യാക്കൂബ് നബി അവിടുന്ന് ഭയക്കുകയാണ്. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗകര്യമല്ലോ. അല്ലാഹുവേ, ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ നടന്നു പോയപ്പോ സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ നടന്നു പോകുന്ന യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുകയാ. ആ യൂസുഫിന്റെ ഗ്ലാമർ നമുക്കറിയുമല്ലോ. ആ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ് പടച്ചവനെ സ്വർഗത്തിലെ അവകാശികൾക്ക്, സ്വർഗവാസികൾ അല്ലാഹു കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം കൂടപ്പറപ്പിനുമുണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. കാണാൻ എല്ലാവർക്കും വല്ലാത്ത സൗന്ദര്യമാണ്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഏതു മനുഷ്യനും നോക്കുമല്ലോ, ഏതു മനുഷ്യനും ഒന്ന് നോക്കി പോകുമല്ലോ. അതുകൊണ്ടാണ് മക്കളോട് പറഞ്ഞത്, ഒരുമിച്ച് പോകണ്ട, വേറെ വേറെ വാതിലിലൂടെ കടന്നു പോകാറ്. അതാ യാക്കൂബ് നബി അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് സഹോദര. കണ്ണേറെന്ന് പറയുന്നത് സത്യമാണോ? അൽഐനു ഹഖുൻ, കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് സിഹറിനെക്കാളും വലുതാണോ? അത് സിഹറിനെക്കാളും വലുതാണോ? നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കണ്ണീരെന്ന് പറയുന്നത് നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഐനു സലാസ്, കണ്ണെന്ന് പറയുന്നത് മൂന്ന് രീതിയിലാ. കണ്ണെന്ന് പറയുന്നത് മൂന്ന് രീതിയിലാ. അല്ലാഹുവേ, ആ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. യൂസുഫ് നബിയുടെ കൂടപ്പുറപ്പുകൾക്ക് മുഴുവനും കാണാൻ നല്ല സൗന്ദര്യമാണ്.
ഈ മക്കളെല്ലാവരും കൂടെ ഒരു വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു 10 എണ്ണം അല്ലെങ്കിൽ 11 എണ്ണം ഒരുമിച്ച് പോകുന്നത് കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോകും. എടോ, ഈ കണ്ണെന്ന് പറയുന്നത് സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? പിന്നെ വല്ലാത്തൊരുമത്തിലിരിക്കുന്നു. സ്വരാജ് നിർത്തണില്ലേ? അമിതമായ അമൃതവും വിഷമെന്ന നിർത്താറായോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ പണ്ടുള്ളവര് ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ പറയും, കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കൊള്ളാൻ പറയും. ചിലർ വരുന്നത് കാണുമ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണ്. ഈ കണ്ണിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ ഇവിടെ മുത്തഅല്ലിങ്ങൾ പഠിക്കുന്നു, ഇവിടെ മുത്തഅല്ലിങ്ങൾ ഉസ്താദന്മാരെയൊക്കെ ആദരിച്ചു. അല്ലാഹു പണ്ഡിതന്മാരിൽ പെടുത്തുമാറാകട്ടെ. ഒരു മുത്തഅല്ലിമായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു ഹാഫിളായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, അല്ലാഹ് എൻ്റെ മോനെ അങ്ങനെ ആക്കി തരണേ അല്ലാഹ്. അത് വേറെ. പടച്ചവനെ, അവനെ ആ മോനെ പോലെ എന്റെ മോനെ നീ ആക്കിയിരുന്നെങ്കിൽ, അവന് ഹാഫിളും ആലിമൊക്കെ ആയിരുന്നെങ്കിൽ. ഇത് വേറെ. ഇതങ്ങനല്ല. ഈ ഐനുൻ ഹാസിദ് എന്ന് പറയുന്ന കണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് നൽകിയ നിഅമത്ത് മാറിപ്പോണം. അങ്ങനെ ചിന്തിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവനൊന്ന് എത്തീങ്കാനയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പടച്ചവൻ ആഗ്രഹിക്കുക, ഓനൊന്ന് എത്തീങ്കാനയിലായിരുന്നെങ്കിൽ. എനിക്ക് കിട്ടണമെന്നല്ല, അത് നശിക്കാൻ ആഗ്രഹിക്കുക. ഒരാൾക്ക് നല്ലൊരു വീടുണ്ടായി, ഒരു കാറുണ്ടായി, നല്ല ജോലി ഉണ്ടായി, അത് നഷ്ടപ്പെട്ടു പോകണമെന്ന് പടച്ചോനെ. അതാ നമ്മള് ആരൊരാളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഒരാളുടെ ചരിത്രം പറയുന്നു. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഓനെ പോലെ എന്നെ ആക്കണേ അല്ല, ഓൻ വലിയ കോടീശ്വരനാണ്. ഞാൻ ഇപ്പൊ ആഗ്രഹിക്കാം, പടച്ചോനെ യൂസുഫ് അലിയെ പോലെ എന്നെ ആക്കണേ അല്ല, യൂസുഫ് അലിയെ പോലെ ആക്കണമല്ല. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ യൂസുഫ് അലിയെ പോലെ ആകുന്നില്ല, ഏറ്റവും വലിയ കോടീശ്വരനെ പോലെ ആകുന്നില്ല. അപ്പൊ പറയാ, പടച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കിയേക്കാൻ, നേരെ എത്തിങ്ങാനിലാക്കിയേക്കാൻ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് പള്ളികൾക്കും. ഞങ്ങളുടെ നാട്ടില് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് പത്തനാപുരത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ സ്വത്തിൽ നിന്ന് അല്പം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോണം. അതാ ചില കണ്ണുകൾ. ആ കണ്ണിനെ നാം സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണുകളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാനുള്ള വഴി എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഓതിയാ മതി. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യണം. അതാ അസൂയയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. രണ്ടാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതപ്പെടുത്തുന്ന കണ്ണ്. എന്തൊരു വീടാണ് പടച്ചവനെ, എന്തൊരു വീടാണ് തമ്പുരാന്. ചിലര് പറഞ്ഞാ മതിയടോ, എന്തൊരു ഗ്ലാമറാണ്, എന്തരാ ഒരു വാഴക്കൊല അതാ നല്ലതുപോലെ കുലച്ചു നിൽക്കുകയാണ്. എന്തൊരു കൊലയാ പറഞ്ഞാ മതിയടോ. വെറുതെ പറഞ്ഞതല്ല, ഇതൊന്നും കെട്ടുകഥയല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അതാ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുമ്പോ അല്ലാഹുവേ, മഹാനായ സഹൽ റളിയല്ലാഹു തആല സുന്ദരനായ നല്ല ബോഡിയുള്ള അതാ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ആരോഗ്യവാനായ വെടുത്ത സുന്ദരനായ സഹാബിയാണ് സഹൽ റളിയല്ലാഹു തആല. ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ശ്രമിക്കുമ്പോ സഹൽ റളിയല്ലാഹു തആല തന്റെ കമീസ് അവിടുന്ന് ഊരുകയാണ്. താൻ ധരിച്ചിരുന്ന വസ്ത്രം അവിടുന്ന് ഊരുകയാണ്. പടച്ചവനെ, ആ വസ്ത്രം അങ്ങ് ഊരിയപ്പോ, ആ ഗ്ലാമർ കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ആ മസിൽ കണ്ടപ്പോ, മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഗ്ലാമർ കണ്ടപ്പോ അവിടെന്ന് പറയുകയാണ്, വല്ലാഹി മാ റഅയ്തുകൽ യൗം
അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഇതുപോലെയുള്ള ഒരു ശരീരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ റളിയല്ലാഹു തആല അവിടെന്ന് പറയുകയാ, പടച്ചവരേ, ആമിർ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, ആമിർ തങ്ങൾ വല്ലാത്ത ഒരു ഗ്ലാമറാണല്ലോ, വല്ലാത്ത ഒരു ശരീരമാണല്ലോ. പറഞ്ഞു തീരേണ്ട താമസം പടച്ചവനെ അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. സ്വഹാബത്ത് ഓടിച്ചെന്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. സ്വഹാബത്ത് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെട്ടെന്ന് നിന്ന നിപ്പിന് വീണപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്വഹാബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആമിർ തങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയേ. നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. അലാമായ ഖുതുലു അഹദുക്കും അഖാ, ആമിറേ, നീ നിന്റെ കൂടപ്പറപ്പിനെ കൊല്ലാ നോക്കുകയാണോ ആമിറേ? ഒന്നും പറഞ്ഞില്ലടോ, നശിക്കാൻ പറഞ്ഞില്ലടോ. പടച്ചവനെ, ആമിർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഇതുപോലെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊന്ന് പറഞ്ഞതാ. പക്ഷേ എതിരായി പെങ്ങള്, ഇതുകൊണ്ടാണ് പറയുന്നത് പലതും പറയരുതെന്ന്. നിന്റെ മക്കൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ? ദുആ ചെയ്താ പോരെ, ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താ പോരെ? എന്തിനാ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്നത്? എന്തിനാ ഫ്ലക്സ് വെക്കുന്നത്? എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നത്? പെങ്ങളെ, അവസാനം എന്താ അവസ്ഥയെന്നറിയോ? ഇന്ന് മക്കൾക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവനും അറിയിക്കണം. പോസ്റ്റിന്റെ മുകളിൽ തന്റെ പൊന്നുമോളുടെ ഫ്ലക്സ് വെക്കുകയാ. A+ വാങ്ങിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല കാര്യം. നീ സ്നേഹിക്ക്, സമ്മാനം കൊടുക്ക്, ആദരിക്ക്, ബഹുമാനിക്ക്, എല്ലാം ചെയ്യ്. പക്ഷെ അങ്ങനല്ല, സ്റ്റാറ്റസ് ഇടും. മോളെ A+ വാങ്ങിച്ചു, റോഡിന്റെ മുകളിൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ A+ വാങ്ങിച്ച മകൾ എങ്ങനെയുണ്ട്? ഉമ്മച്ചി പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, തല്ലാത്ത തലവേദന, പഠിക്കാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്. എരന്ന് വാങ്ങിയതല്ലേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാര്യം, എടോ അത്ഭുതം. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതിയെടോ, നിന്ന നിപ്പിന് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതൊരു മരവും നിന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയും, വീടിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാഴ കുലച്ചു നിൽക്കുകയാണ്. ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ കൊലയാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തീർന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് മനുഷ്യന്റെ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതം. 3 കൊന്നുകളയും. 3 ചില കണ്ണുകൾ മനുഷ്യ നാവങ്ങനെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയാൻ പാടില്ല, എന്താ ഇപ്പൊ ഇത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, ഇങ്ങനെ നോക്കിയിട്ട് പറയരുതെന്നാ. കാരണം എന്താ? നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ നാവ് എങ്ങനത്തെ നാവാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ല. ചുമ്മാതെ ഇങ്ങനെ വണ്ടി പോകുമ്പോഴാ 2 പിള്ളന്മാര് ബൈക്കിൽ ചാവാൻ പോകുന്നോടെ ഇവനൊക്കെ, സുബ്ഹാനല്ലാഹ്, ഓടക്കകത്ത് കിടക്കും. അപ്പോഴേ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പറച്ചില, ചാകാൻ പോകുന്നോടാ ഇവനൊക്കെ. എവിടെ പോകുന്ന? വായുളിയെ പഠിക്കാൻ പോകുന്നോടാ, ഒറ്റ അടിക്കില്. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളും എല്ലാവരോടും പറയണ്ട, നിനക്കെന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ നിന്റെ മനസ്സിൽ വെച്ചാ പോരെ. നിനക്ക് അല്ലാഹു തന്നനുസരിച്ച് കൊടുത്താൽ പോരെ. എത്ര രൂപ ശമ്പളമുണ്ട്, എവിടെയൊക്കെ ദുബൈയിലുണ്ട്, അബുദാബിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. ഇതിനെങ്ങനെ മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് കിടക്കുന്നേ? അതൊക്കെ ഇപ്പം അനുഭവിക്കുന്നേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇങ്ങനെയുള്ള കണ്ണീറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നബിതങ്ങൾ പറഞ്ഞത്. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല രണ്ട് കൊച്ചുമക്കളെ വീടിന് പുറത്തിറങ്ങുമ്പോ ഫാത്തിമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഫാത്തിമ ഈ ദുആ പറഞ്ഞിട്ട് മക്കളുടെ തലയിൽ ഊതിയിട്ട് പുറത്തു വിടാവൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ അള്ളാന്റെ റസൂലിന്റെ കൊച്ചുമക്കളല്ലേ. നബിതങ്ങളുടെ ഗ്ലാമർ അറിയുമല്ലോ, അള്ളാന്റെ റസൂലിന്റെ സൗന്ദര്യം നമുക്കറിയുമല്ലോ. ആ നബിതങ്ങളുടെ മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. വാപ്പയെ വരച്ചു വെച്ചതുപോലെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. ആ ഫാത്തിമയുടെ സൗന്ദര്യം നമുക്ക് ചിന്തിക്കാമടോ. ആ ഫാത്തിമയുടെ മകനാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ. ഈ രണ്ട് മക്കൾ പുറത്തേക്ക് പോകുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഈ ദുആ നിന്റെ മക്കളുടെ തലയിലേക്ക് ഊതണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പുറത്തയക്കുമ്പോ അതാണാകട്ടെ പെണ്ണാകട്ടെ, ആ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, കല്യാണ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ ദുആ ഊതിയിട്ട് മക്കളുടെ തലയിൽ ഊതണേ. ഇത് നബിതങ്ങൾ മാത്രം ചെയ്തതല്ല, യാക്കൂബ് നബി ചെയ്തതാണ്, ഇസ്ഹാഖ് നബി ചെയ്തതാണ്, ഇസ്മായിൽ നബി ചെയ്തതാണ്. പാരമ്പര്യമായി കിട്ടിയ ഒരു ദുആയാ, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ദുആയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുആ പഠിച്ചു വെച്ചോ. എന്നിട്ട് മക്കള് വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഈ ദുആ നിങ്ങളുടെ മക്കളിൽ തലയിലൊന്ന് ഓതി ഊതണേ. ഏത് ദുആ എന്നറിയുമോ? അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മാ വമിൻ കുല്ലി ശൈത്താനിൻ ലാമ്മാ. ഇത് നബിതങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാ. ഫാത്തിമ ബീവി ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടല്ലോ, ആ മക്കളെ പുറത്തു വിടുമ്പോ ഈ ദുആ ഊതിയിട്ട് അവരുടെ തലയിലേക്ക് മന്ത്രിക്കുമായിരുന്നു. അവിടെ നിന്ന് ഊതിയിട്ട് പുറത്തു വിടുമായിരുന്നു, കണ്ണേറ് തട്ടാതിരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അവിടെ നിന്ന് കൊടുത്തുവിട്ട ഉപദേശം അതായിരുന്നു. പടച്ചവരെ, പിന്നെ ചരിത്രമറിയുമല്ലോ, കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. കൂടപ്പറപ്പുകളെ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് അവിടുത്തെ ഭരണാധികാരി. തന്റെ സഹോദരങ്ങളെ കണ്ടടോ. ബിന്യാമീൻ എന്ന് പറയുന്ന അനിയനോട് വല്ലാത്ത സ്നേഹമായി, അനുജനെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. പിന്നെ പടച്ചവനെ അനിയനെ പിടിച്ചു നിർത്തിയ കഥകളൊക്കെ നമ്മൾ പഠിച്ചവനാണ്. അല്ലാഹുവേ, നാട്ടിലേക്ക് മടങ്ങി വന്നു. ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു പോയി. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനും 12ാമത്തെ മകനായി ബിന്യാമീനും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു. വാപ്പയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷേ വാപ്പ അല്ലാഹുവിൽ തവക്കലേൽപ്പിച്ച് ജീവിച്ച പ്രവാചകനാ. മക്കൾക്ക് പോലും വാപ്പയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചില്ലടോ. കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, മക്കള് വാപ്പാന്റെ അടുക്ക പറഞ്ഞു, ഇതെന്ത് സ്വഭാവമാ വാപ്പാ? നിങ്ങളുടെ പൊന്നുമോന് യൂസുഫ് മരിച്ചുപോയി. ഇല്ല മോനെ, യൂസുഫ് മരിച്ചിട്ടില്ല. അല്ലാഹുവേ, കാത്തുകാതിരുന്നു. യാക്കൂബ് നബിയുടെ ജീവിതം കൊണ്ട് തന്റെ 12 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 5ാമത്തെ പാഠം എന്തെന്നറിയുവോ? തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. തന്റെ പൊന്നാര മകന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് എന്ന് പറയുന്ന മകനെയും തന്റെ കൂടപ്പിറപ്പിനെയും അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഈ 10 മക്കളും വാപ്പാന്റെ അടുക്കൽ വന്ന് മാപ്പ് പറയുകയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ ഭരണാധികാരിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ യാക്കൂബ് നബിക്ക് തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ അവസാനമായി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമ നിനക്കുണ്ടല്ലോ. അല്ലാഹുവേ, നിന്നെ കുറിച്ച് പഠിക്കാൻ
മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. ഉമ്മമാരെ, നിന്റെ ദുആയെക്കാളും ലോകത്ത് വേറെ ഒന്നുമില്ല ഉമ്മ. നീ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നീ ശപിക്കല്ലേ, നീ പ്രാവല്ലേ, ഒരിക്കലും നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ, നീ നരകിച്ച് ചാകുമടാ എന്നൊക്കെ പ്രാവുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ എന്തേ അല്ലാഹുവെ കേൾപ്പിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് തെറ്റ് ചെയ്യുന്നവരായാൽ അവരെ എഴുതി തള്ളുകയല്ല, അവരെ ഉപേക്ഷിക്കലല്ല, അവനെ ഒഴിവാക്കലല്ല, ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയലല്ല. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ കൂടെ നന്നാക്കുമ്പോഴാ നീ വായിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്ന ഫുളൈൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയപ്പോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ പടച്ചവനെ ജീവിതത്തിൽ മാറ്റം വന്ന മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ തങ്ങൾ ലോകമറിയുന്ന പണ്ഡിതനായി മാറി, പടച്ചവനെ മഹാനായി മാറി. ആ ഫുളൈൽ തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. വാപ്പാ, അലി എന്ന് പറയുന്ന ഒരു മകന്, പറഞ്ഞാൽ അനുസരിക്കാത്ത മകന്, വാപ്പ പറയുന്നത് കേൾക്കാത്ത മകന്. പടച്ചവനെ, അലി എന്ന് പറയുന്ന മകനെ ഒരുപാട് പഠിപ്പിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി. പടച്ചവനെ പലരുടെയും മുമ്പിൽ കൊണ്ടുപോയി നോക്കി. അലി എന്ന് പറയുന്ന പൊന്നുമകൻ നന്നാകുന്നില്ല, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്നില്ല. പറഞ്ഞാൽ അനുസരിക്കാത്ത മകൻ കാരണം ഫുളൈൽ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിടോ. ഫുളൈൽ തങ്ങൾ കുരുത്തം കെട്ടവനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയില്ല, എന്നെ നാണം കെടുത്താൻ ജനിച്ചവനാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ശപിച്ചില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകനെ ഒരു ദിവസം അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു ചെന്നു 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നീ എനിക്ക് അമാനത്തായി തന്ന എന്റെ പൊന്നുമോര് ഈ അലിയെ ഞാൻ ഒരുപാട് പഠിപ്പിച്ചു പടച്ചവര്, ഒരുപാട് പരിശ്രമിച്ചു പടച്ചവര്, ഇവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബേ, ഇവൻ അനുസരിക്കുന്നില്ല അല്ലാഹ്, ഞാൻ പരാജയപ്പെടുന്നു റബ്ബേ. ുമ്പോ മറുപടി പറയാനൊന്നുമില്ല അല്ലാഹ്. അതുകൊണ്ട് നാദാ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയാ, ഈ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നേരെയാക്കി തരണേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാദാ, ഇവനെ കൈവിടാൻ മനസ്സ് വരുന്നില്ല റബ്ബേ, ഇവനും നന്നാകണം റബ്ബേ, ഇവനും നേരെയാക്കണം റബ്ബേ. അതുകൊണ്ട് ഇവനെ തവക്കൽതു അലല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോനെ പടച്ചവനെ ഏൽപ്പിച്ചു. വാപ്പാ,
ഉമ്മമാരേ, ആ തലതിരിഞ്ഞ മകന് അള്ളാന്റെ അടുക്കൽ കൊടുത്തു, ഇവനെ നേരെയാക്കി തരാ. പെങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ, അവിടുന്ന് ഖുർആൻ കേൾക്കുകയാ. പടച്ചവനെ, അതൊരു ലഹരിയായി മാറുകയാ. അലിയിന് പിന്നെ ഖുർആൻ ലഹരിയായടോ. അല്ലാഹുവേ, ഖുർആൻ ഒരു ലഹരിയായി മാറുകയാണ്. ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. പഠിക്കും തോറും ലഹരി പോലെ രക്തത്തിലേക്ക് അലിയുകയാ. അല്ലാഹുവിന്റെ കലാമല്ലേ. കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ ചെറുപ്പക്കാരാ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ ഹെഡ്സെറ്റ് വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതൊന്ന് കേൾക്കടാ പോരേ. ലയിച്ചു പോകും ചെറുപ്പക്കാരാ. ഒരു സംഗീതത്തിനും തരാൻ കഴിയാത്ത, ഒരു വേടനും തരാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരാനന്ദമുണ്ടല്ലോ, ഒരു വല്ലാത്ത സുഖമുണ്ടല്ലോ, ഒരു കുളിർമയുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമടോ. രാത്രി കിടക്കുന്ന സമയത്ത് പെങ്ങളെ, പൊന്നുമോളെ, ഏതെങ്കിലും ഒരു ഖുർആനിന്റെ സൂറത്തൊന്ന് ഓണ് ചെയ്തിട്ട് ചെവിയിൽ വെച്ച് ഒന്ന് കേട്ട് നോക്ക് പെണ്ണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ ജീവിതം മാറുകയാ. പിന്നെ ഖുർആനായടോ, പിന്നെ ഖുർആനായടോ. പടച്ചവരെ, അലിയിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അലിയ ഖുർആൻ ഓതുന്നത് കേൾക്കാ. പടച്ചവനെ, പക്ഷികൾ പോലും വന്നിരിക്കുമായിരുന്നു. അത്രയും മനോഹരമായി ഖുർആൻ ഓതുന്ന മകനായി അലി എന്ന് പറയുന്ന പൊന്നുമോന് മാറിയെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ ഫുളൈൽ ഇബ്നു ഇയാദ് നിങ്ങളുടെ അലി എന്ന് പറയുന്ന മകന് ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കയ്യിൽ ഖുർആനുമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ, ഉമ്മാ നിന്റെ നാവ് പൊന്നാമുമ്മാ. ഏത് തങ്ങള് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ട് നിന്റെ നാവ് കൊണ്ട്. എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നന്നാക്കണേ അല്ലാ. ആ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ടോ. അതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ ആ പൊന്നുമോനെ നന്നാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, അല്ല ആരാണെന്ന് പഠിപ്പിക്ക്. അല്ലയല്ലേ എല്ലാം തരുന്നത്. മോനെ, ജോലി തരുന്നത് അല്ലാഹുവാ, ഭക്ഷണം തരുന്നത് അല്ലാഹുവാ, ആരോഗ്യം തരുന്നത് അല്ലാഹുവാ, വീട് തരുന്നത് അല്ലാഹുവാ, എല്ലാം തരുന്നത് പടച്ച റബ്ബാ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്. ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? എത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, മനസാക്ഷിയോട് ചോദിക്ക്, ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആര് പറയാനാ? തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൊക്കെ തൊട്ടിക്കുന്ന സ്റ്റിക്കറായി മാറി. ഇത് വണ്ടിയെ നോക്കിയാലും തവക്കൽതു അലല്ലാഹ്, ഏത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് വരണം. നമ്മുടെ നാവിന്റെ തുമ്പ് കൊണ്ട്, ഈ നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല, ഈമാനുള്ളവർക്കേ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അള്ളാനെ ഒരു കാലി ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 11 കാലായി ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരിക്കാൻ പറ്റൂ? ഇത് മാറ്റാൻ പറ്റുമോ? ഇത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും.
ഒന്നാമത് സുഖമില്ലടോ, നടുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് നേരം നിന്ന് പ്രസംഗിക്കാനും പറ്റുന്നില്ല, ഒരുപാട് നേരം ഇരിക്കാനും പറ്റുന്നില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നു. ഒന്ന് കിടന്നു പോകുമ്പോഴേ അവനവൻ്റെ പ്രയാസം അറിയും. ഞാൻ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആരോഗ്യവാനായി നടക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ഒന്നും വയ്യ. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഓരോ വെള്ളിയാഴ്ച ജുമായിൻ്റെ സമയമാകുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. 4 വെള്ളിയാഴ്ചയോളം ഞാൻ 5 വെള്ളിയാഴ്ചയോളം ഞാൻ ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. കിടന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജുമായിന്റെ സമയമാകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം, അറിയാതെ ഇങ്ങനെ കരയുക. കാരണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചിട്ട് അത് നിസ്കരിക്കാതെ വരുമ്പോഴൊരു സങ്കടം ഉണ്ടല്ലോ. അപ്പോഴത് മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഓരോന്നും ഇവിടെ പള്ളിയുടെ മുമ്പിലൂടെ തെക്ക് വടക്ക് നടന്നിട്ട് നിസ്കരിക്കണില്ല. അള്ളാഹു നമുക്കതാ, നമ്മളൊന്ന് കിടന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം പറയും പടച്ചവനോട്, നട്ടലൊടിഞ്ഞ് കിടക്കുക, എഴുന്നേക്കത്തില്ല, ഇനി ജീവിതകാലം ഒരിക്കലും ഇവൻ എഴുന്നേക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഉസ്താദ് കാണാൻ ചെന്നപ്പോൾ പറയാം, ഉസ്താദ് എൻ്റെ നട്ടല് നേരെയായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ പോയേനെ. എടാ, ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ഇവന് പള്ളിയില്ല പട്ടവും ഇല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര, ഏത് സിനിമയും ഇറങ്ങുന്നത് വെള്ളിയാഴ്ചയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ബർക്കത്ത്, സിനിമയുടെ പ്രവർത്തകർക്കറിയാം ബർക്കത്തുള്ള ദിവസം വെള്ളിയാഴ്ചയെന്ന്. അതുകൊണ്ട് എല്ലാ ഫിലിമും ഏകദേശം ഇറങ്ങുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. ജുമായും കളഞ്ഞിട്ട് പോയി കാത്തു നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കുറിച്ച് പഠിക്കും. അള്ളാഹ് നമ്മളെ സഹായിക്കൂടും. നമ്മൾ അള്ളാഹുവിൽ ഒരു കാര്യം ഏൽപ്പിച്ച റബ്ബ് ഉറപ്പായിട്ട് നമുക്ക് നടത്തി തരും. നിങ്ങൾ കടപ്പുറത്ത് പോയി നോക്കിക്കേ. കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ കടലിന്റെ എതിരെ ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് പറവകൾ ഇങ്ങനെ പറന്നു പോവാ. എവിടെ പോന്നെയാ? ഭക്ഷണം തേടി പോന്നെയാ. കടലിൽ എവിടെ അപ്പ പോണേ? കരയിലല്ലേ ഭക്ഷണം ഇരിക്കുന്നത്. കരയിൽ ഇങ്ങനെ പറവകളും പറന്നു നടന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ കടലിൽ പോകുന്നു എവിടാ? അങ്ങനെ പറന്ന് കടലിലേക്ക് പോകുമ്പോൾ വലിയ വലിയ മീനുകൾ, ചെറിയ മീനുകളെ പിടിച്ച് കഴിച്ചിട്ട് അതിൻ്റെ പല്ലിൻ്റെ ഇടയിൽ മാംസം കയറി ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കയറിയാലും ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഈ വലിയ വലിയ മത്സ്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് വാതുറന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പറന്നു പോകുന്ന പറവ ആ വലിയ മീനിന്റെ വായുടെ ഉള്ളിൽ പോയിരുന്നിട്ട് അതിന് തിന്നാനുള്ള റിസ്ക് തിന്നുകയാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഇതാണ് അല്ലാഹ് തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതാണ് വിധങ്ങൾ പറഞ്ഞത്, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് റിസ്ക് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുന്നില്ല. ആരും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നില്ല. എടോ, അള്ളാനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടക്കോ ഇല്ല, നമ്മുടെ കാര്യം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാ. കമ്പോളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വാപ്പാനെയും മകനെയും കണ്ടു. കാക്കയും കാക്കയുടെ കുഞ്ഞും എങ്ങനെയാണ് ഇരിക്കണേ, ഇതുപോലെ വാപ്പായും മോനും എന്ന് പറഞ്ഞാൽ കാക്കയും ഒരുപോലെ ഇരിക്കണം, കുഞ്ഞും ഒരുപോലെ ഇരിക്കണം, വ്യത്യാസമൊന്നുമില്ല. വാപ്പയും മകനും എന്ന് പറഞ്ഞാൽ രണ്ടിനെയും വരച്ചു വെച്ചതുപോലെ ഇരിക്കുന്നു. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു, വരച്ചു വെച്ചതുപോലെ, ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലെ. ഈ വാപ്പയുടെയും മകന്റെയും പ്രത്യേകത, ഇവര് രണ്ടുപേരും ചങ്കുകള, എവിടെ പോയാലും ഒരുമിച്ച് പോകും. കൂട്ടുകാരെ പോലെയാ വാപ്പയും മകനും. രണ്ടുപേരും ഇങ്ങനെ കയ്യും പിടിച്ച നടക്കുക, രണ്ടും ഒരുമിച്ച്, എപ്പോ നോക്കിയാലും ഒരുമിച്ച് കാണും അവരെ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ ഒരിക്കൽ ഈ വാപ്പാനെ കണ്ടപ്പോ ഇങ്ങനെ ഈ മകനെ കുറിച്ച് എന്തേ നിങ്ങൾ ഇങ്ങനെ തമാശ എന്ന രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ പിതാവ് പറഞ്ഞു, ഈ മകൻ ആരാന്നറിയോ ഉമർ തങ്ങളെ? ഈ പൊന്നുമോൻ എങ്ങനെ ആരാന്നറിയോ? ഇവനെ എങ്ങനെയാണ് എനിക്ക് അല്ലാഹു തന്നതെന്നറിയുവോ?
ആ പിതാവ് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ് തങ്ങള്. എവിടെ പോയാലും ഞാൻ ഇവന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ഇവനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. എപ്പോഴും ഇവനെ കണ്ടുകൊണ്ടിരിക്കണം, ഇവന്റെ കൂടെ നടക്കുകയാണ്. ഇവന് എങ്ങനെ എനിക്ക് അല്ലാഹു തന്നതെന്നറിയോ? എങ്ങനെയാണ് പടച്ചവൻ എനിക്ക് തന്നതെന്നറിയോ? ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ആ ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ നിന്ന് യാത്ര പറയുമ്പോ ഈ മനുഷ്യന് ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. കൈവച്ചിട്ട് പറയുന്നു, അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ ഭാര്യയുടെ വയറ്റിനകത്ത് കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവരെ. തവക്കൽതു അലല്ലാഹ്, ഏരു പോറലുമില്ലാതെ എനിക്ക് നീ ഇവനെ തരണേ തമ്പുരാനെ. ആ പിതാവ് തന്റെ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട്, ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവോട് പറഞ്ഞു, ഏത് പ്രയാസത്തിന്റെ സമയത്തും ഒരു പോറല് പോലും ഏൽക്കാതെ ഈ പൊന്നുമോനെ എനിക്ക് തരണേ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ആ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സഹോദരങ്ങളെ, യുദ്ധം കഴിഞ്ഞടോ അവസാനം ആ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കുകയാ. ഗർഭിണിയായ ഭാര്യ മരിക്കുകയാണ്. പടച്ചവനെ, ആ പെണ്ണിന്റെ ജനാസ എടുത്തു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കി വെച്ച് മണ്ണ് വാരിയിടുകയാണ്. റബ്ബേ, വൈകുന്നേര സമയത്താണ് ഖബറടക്കിയത്. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാണ്. ഖബർസാനിൽ വല്ലാത്ത ഒരു പ്രകാശം കാണുകയാണ്. എന്തേ റബ്ബേ ഖബർസാനിൽ നിന്ന് വെളിച്ചം കാണുന്നത്? ജനങ്ങളോടുകയാണ്. പ്രകാശം കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. ഖബറിനകത്ത് നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. റബ്ബേ, ചെന്ന് നോക്കുമ്പോ ഖബറ് രണ്ടായി പിളർന്നിരിക്കുന്ന ഉമ്മ. ഖബറ് രണ്ടായി പിളർന്നിരിക്കുകയാ. ഖബറിനകത്ത് നിന്നൊരു കുഞ്ഞ് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ആ മരിച്ചുപോയ പെണ്ണുണ്ടല്ലോ, ആ ഗർഭിണിയായ പെണ്ണിന്റെ ഖബറിനകത്ത് കിടന്നിട്ടാണ് ഈ കുഞ്ഞ് കരയുന്നത്. അല്ലാഹുവേ, കുഞ്ഞിനെ വാരിയെടുത്തു. അവസാന പിതാവിന്റെ കയ്യിലേക്ക് ആ ചോര കുഞ്ഞിനെ വെച്ച് കൊടുത്തപ്പോ അവിടെ ഒരു അശരീരി കേൾക്കുകയാ. ഏ മനുഷ്യ, നീ നിന്റെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു. അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ അല്ലാഹു ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊടുത്തു. അല്ലാഹുവേ, അവിടെ നിന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കെന്തെന്നറിയോ? ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചതുപോലെ നിന്റെ ഭാര്യയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ തിരിച്ചു തരുമായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ പൊന്നുമോന്, രണ്ടുപേരെയും നീ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുപേരെയും അല്ലാഹു നിനക്ക് തരുമായിരുന്നു. പക്ഷേ നീ തള്ളയുടെ കാര്യം പറഞ്ഞില്ല, കുഞ്ഞിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ. കുഞ്ഞിനെയാണ് അല്ലാഹു തിരിച്ചു കൊടുത്തത്. എന്നാ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് പറയുമ്പോ, സഹോദരാ, അല്ലാഹനെ ഒരു കാര്യം ഏൽപ്പിച്ച അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചത് പൂർത്തീകരിച്ചു തരുമടോ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അതിനെക്കുറിച്ച് പഠിക്കട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് പഠിക്ക്, മനസ്സിലാക്ക്. എന്നിട്ട് പടച്ചവനെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കൂ. മക്കളെ നല്ല നിലയിൽ വളർത്തു. അൽഹംദുലില്ലാഹ്, മഹാന്മാർ
ഉമ്മമാരെ സ്നേഹിക്കുന്നവരാകണം, ആദരിക്കുന്നവരാകണം, ബഹുമാനിക്കുന്നവരാകണം. ഈ കിടക്കുന്ന ശുഹദാക്കളൊന്നും സാധാരണ ആൾക്കാരല്ലടോ. അവരെ ഒന്ന് പഠിച്ചു നോക്ക്, അവരെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ, സമസ്തയുടെ 100ാമത് വാർഷികത്തിന് വേണ്ടി ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യൂ, എല്ലാവരും ഒരുമിച്ച് നിൽക്കൂ. പടച്ചവനെ, തങ്ങന്മാരെയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ഒരാളെയും നിങ്ങൾ കുറ്റം പറയരുത്. ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടോ, ഫേസ്ബുക്കിലൂടെ, അല്ലാഹുവേ, വാട്സപ്പിലൂടെ തോന്നിവാസങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ടോ. പാണക്കാട് തങ്ങന്മാരാകട്ടെ, ഏത് തങ്ങളാണെങ്കിലും തങ്ങളാ മോനെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമാ. തങ്ങന്മാര് മുഴുവനും നബി തങ്ങളുടെ കുടുംബമാ. ആലിമീങ്ങൾ സാധാരണ ആൾക്കാരല്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങള്. നിനക്ക് വായി തോന്നുമ്പോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേര് വെച്ചിട്ട് നീ പടച്ചവനെ കളിക്കല്ലേ ചെറുപ്പക്കാരാ. മോനെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ, എഴുതല്ലേ, കുറ്റപ്പെടുത്തല്ലേ. അവരുടെ എങ്ങാണം മനസ്സു വേദനിച്ച എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഈ സ്ഥാപനത്തിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഈ പഠിക്കുന്ന ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിന്റെ മനസ്സു നീ വേദനിപ്പിച്ച അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല ചെറുപ്പക്കാരോ. ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരും ബാപ്പാ. അതുകൊണ്ട് വായി തോന്നുന്നത് പറയരുത്. ചിലർക്ക് അധികാര മോഹമാടോ, സ്ഥാനമാനങ്ങൾ വേണമടോ, ചിലർക്ക് ചിലരുടെ പ്രീതി പിടിച്ചു പറ്റണമടോ. അതിനുവേണ്ടി ഏത് വളഞ്ഞ വഴികളും ചെയ്യുമടോ. കുളം കലക്കിയിട്ട് മീൻ പിടിക്കുന്ന കാലമാ സഹോദരാ. പെട്ടുപോകരുത്, പെട്ടുപോകരുത്. നിന്റെ ആഖിബത്ത് പോലും മോശമായി പോകും. അധികാരമോഹികളായ ഒരുപാട് പേരുണ്ടല്ലോ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുന്നവരുണ്ടല്ലോ. അധികാരം എന്താണെന്ന് പഠിക്കൂ, അധികാരം എന്താണെന്ന് പഠിക്കൂ. അതൊരിക്കലും അലങ്കാരമല്ലടോ. അധികാരം ഒരാളും ആഗ്രഹിച്ച് നേടേണ്ട കാര്യമല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിയ, ഒരുപാട് സമ്പത്തുള്ള സ്വഹാബിയ, നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സ്വഹാബിയ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖലീഫയായിരിക്കുമ്പോ ഏത് കാര്യത്തിലും പടച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് അവിടുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. ഏത് വിഷയവും അബൂബക്കർ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമായി ചർച്ച ചെയ്യുമായിരുന്നു. പടച്ചവനെ വല്ലാത്ത ഇഷ്ടമാണ്. അബൂബക്കർ തങ്ങളുടെ മരണമെടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഞാൻ രോഗിയായി വന്നിരിക്കുകയാണ്, എന്റെ മരണം അടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെയാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബിനെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ ഉമർ തങ്ങളെയാണ് പടച്ചവനെ തെരഞ്ഞെടുത്തത്. ഉമർ തങ്ങൾ ഖലീഫയായി, ഉമർ തങ്ങൾ ഖലീഫയായി. പടച്ചവനെ, ഉമർ തങ്ങളും അബൂബക്കർ തങ്ങൾ ചെയ്തതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പരിഗണിക്കുമായിരുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. ഉമർ തങ്ങളുടെ മരണമെടുത്തപ്പോ ഉമർ തങ്ങൾ 6 പേരുടെ പേരെഴുതി വെച്ചു. 3ാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ അർഹതയുള്ള 6 പേരുടെ പേരെഴുതി വെച്ചപ്പോ 1ാമത് എഴുതി വെച്ച പേര് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ഉമർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. 6 പേരും ഒരുമിച്ച് കൂടി അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ ഒരുമിച്ച് കൂടി. 1ാമത്തെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പേരാണ്. തന്റെ പേര് ആരെങ്കിലും പറയുന്നതിന് മുമ്പേ ചാടി എഴുന്നേറ്റ് ചെന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ പതാ ഉസ്മാൻ തങ്ങളുടെ ബൈഅത്ത് ചെയ്യുകയാണ്. അടുത്ത ഖലീഫയായി എന്റെ പേര് ആരെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട്, അധികാരം വേണ്ട പടച്ചവനെ, അധികാരം വേണ്ട പടച്ചവനെ, സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട പടച്ചവനെ, ചാടി എഴുന്നേറ്റ് പോയി ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ പിടിച്ചു
വിളിച്ച് മുസാഫഹത്ത് ചെയ്തു, അവിടുന്ന് ബൈഅത്ത് ചെയ്തു. പിന്നെ എല്ലാവരും ബൈഅത്ത് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ഖലീഫയായി ഉസ്മാൻ തങ്ങളെ തെരഞ്ഞെടുത്തു. പടച്ചവനെ, കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉസ്മാൻ തങ്ങൾക്ക് രോഗം വന്നു, മരണമെടുത്തു വന്നപ്പോ ഉസ്മാൻ തങ്ങൾ എഴുതുന്ന ആളെ വിളിച്ചിട്ട് പറയുകയാണ്, അടുത്ത ഖലീഫ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പേരെഴുതി വെക്കാൻ. ഏക്കത്തില്ല എന്നറിയാ. അതുകൊണ്ട് അബ്ദുറഹ്മാനിന്റെ പേരെഴുതി വെച്ചടോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ എഴുതിയ മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുകയാണ്, അടുത്ത ഖലീഫ നിങ്ങളാണ്. ഉസ്മാൻ തങ്ങളുടെ നിങ്ങളുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരയുകയാ. ഉറക്കം വരുന്നില്ലടോ, സമാധാനമില്ലടോ. എന്ത് ചെയ്തെന്നറിയുവോ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗദയുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ റൗദയുടെ മുമ്പിൽ ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരയുകയാണ്. അവിടെന്ന് പറയുന്നു, നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് സ്ഥാനമാനം വേണ്ട നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. ഉസ്മാൻ തങ്ങൾ എന്റെ പേരെഴുതി വച്ചിരിക്കുന്നു നബിയേ. അടുത്ത ഖലീഫയായി എന്റെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ട നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. എനിക്ക് അധികാരം വേണ്ട അല്ലാഹ്, എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട അല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ഥാനമാനങ്ങൾ വലിയ ഒരു ഭാരമാടോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് കണക്ക് പറയണമടോ. അതാ അധികാരമെന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതുൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഒന്നുകിൽ നിനക്ക് അല്ലാഹു ഇസ്സത്ത് തരും, അല്ലെങ്കിൽ അതിലൂടെ നീ നിന്ദിനാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരുടെ കൂടെ കൂടാതെ എല്ലാവരും ആദരിക്കാൻ പഠിക്കൂ. അത് ഏത് തങ്ങളാകട്ടെ, പാണക്കാട് തങ്ങന്മാരാകട്ടെ, സാധാരണ തങ്ങന്മാരാകട്ടെ, ഒരു തങ്ങള് കുട്ടിയാകട്ടെ, ഒരു സയ്യിദ് കുട്ടിയാകട്ടെ, പടച്ചവനെ ആലിമീങ്ങളാകട്ടെ, മുതഅല്ലിമീങ്ങളാകട്ടെ, എല്ലാവരെയും ആദരിക്കേ, എല്ലാവരെയും ബഹുമാനിക്കൂ. തോന്നിവാസങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്തത് പറയരുത്. മോനേ, ഈ നാവ് കൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, സയ്യിദന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് നിർത്തുകയാ സഹോദരാ. പടച്ചവനെ, ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 4 മുതൽ 8 വരെ അൽഹംദുലില്ലാഹ് പടച്ചവനെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസാണ് മക്കള്. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അൽഹംദുലില്ലാഹ് സമസ്തയല്ലേ വിളിക്കുന്നത്. ലക്ഷങ്ങൾ വരുമടോ അൽഹംദുലില്ലാഹ്. കാസർഗോഡ് ചെല്ലുമ്പോ ഒരുപാട് ചെറുപ്പക്കാര് കിടന്ന് കഷ്ടപ്പെടുകയാണ്, രാവും പകലും കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഉസ്താദേ, 8-ാം തീയതി പരിപാടി അവസാനിക്കുമ്പോ അല്ലാഹുവേ ആ ദുആ മതിയടോ. ലക്ഷങ്ങളുടെ ഒരു ആമീൻ മതി സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്,
പറയുകയാണ്, ആത്മാർത്ഥമായി ദുആ ചെയ്യൂ, ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. പടച്ചവനെ ആ മജ്‌ലിസിൽ പങ്കെടുക്കാറ്, ആ മജ്‌ലിസിൽ പങ്കെടുക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കൂ, എല്ലാവരും ദുആ ചെയ്യൂ. സഹോദരിമാരെ, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ഇതുപോലെ ഇനി 100ാമത്തെ ഒരു വാർഷികം ജീവിതത്തിൽ കിട്ടണമെന്നില്ല സഹോദരാ. അതുകൊണ്ട് നീ ദുആ മാത്രം പ്രതീക്ഷിക്കൂ. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസിൽ ഒരാമീൻ പറയാൻ ഒരു പങ്കാളിയാകാൻ മനസ്സുകൊണ്ട് തയ്യാറാകടോ. അല്ലാഹുവേ, നീ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ശ്രമിക്ക്. ഇപ്പൊ ഞാൻ അലിക്കുട്ടി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഹാദിമിനെ കണ്ടു. അള്ളാഹു ഉസ്താദ് അവരുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ചോദിച്ചപ്പോ പറഞ്ഞു, അവസാന ദിവസം ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും കൊണ്ടുവരും ഉസ്താദിനെ. നമുക്കൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. അൽഹംദുലില്ലാ, എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറായിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു പങ്കെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നവരാക്, തവക്കൽതു അലല്ലാഹയെ കുറിച്ച് മനസ്സിലാക്കി പഠിക്ക്, എന്നിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 5ാമത്തെ ഉപദേശം അതായിരുന്നു. അള്ളാഹു നമുക്കുമായി ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് സഹോദരങ്ങളെ, സമയം 11:30 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എനിക്ക് നേരത്തെ 12 മണിക്ക് മുമ്പ് വഅദ് നിർത്തണമെന്നുള്ള ആഗ്രഹം എനിക്ക്. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു എന്തായാലും നിർത്തൂല ഉസ്താദ്, 12 മണിയായാലും നിർത്തൂല. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിർത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആകെ ഒരു സമാധാനം, ഈ 2 മണിക്കൂറത്തെ വഅദൊന്നുമല്ലടോ, ഈ 2 മണിക്കൂറത്തെ വഅദൊന്നുമല്ല. ഓരോ കൊല്ലവും ഞാൻ ഈ സുഖമില്ലാത്ത സമയത്തും ഈ പരിപാടിക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തെന്നറിയോ, ഓരോ വർഷം ഇവിടെ വന്നിട്ട് പോകുമ്പോഴും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകാറുണ്ട്. അള്ളാഹു തന്ന ഈ നാവ് കൊണ്ട് ഈ മക്കൾക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ, നിങ്ങളിലധികം പേരും ഓരോ വർഷവും ഇതുപോലെ കൂടുമ്പോൾ ഞാൻ വന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഒരു കൊല്ലത്തെയല്ല, ഒരു വർഷത്തെയോ ഒരു മാസത്തെയോ ആഴ്ചയൊന്നുമല്ല, ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം. ഞാൻ ഇന്ന് ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദ് എല്ലാ വർഷവും അതല്ലേ ചോദിക്കുന്നത്, ഞങ്ങൾ വലിയ വർഷത്തെ ഏറ്റെടുക്കാനാ. എന്തായാലും അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ കൊല്ലവും ഇവിടെ വന്നിട്ട് മരിച്ചു പോകുമ്പോൾ ഈ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ ഈ നാവ് കൊണ്ട് ഉപകാരപ്പെടാറുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഭക്ഷണം കൊടുക്കല. അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഖലീലാക്കി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ സമയമായ ആരെങ്കിലൊക്കെ ആരെങ്കിലും തെരഞ്ഞു നടക്കും, വഴിയിലൊക്കെ പോയി കാത്തു നിൽക്കും. ഒരാളെ കിട്ടിയാൽ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. ഒരിക്കൽ ഇറങ്ങിപ്പോയി, ആരെയും കാണുന്നില്ല. ഇബ്രാഹിം നബി ഭക്ഷണം എടുത്തു വെച്ചു, വഴിയോരത്ത് പോയി കാത്തു നിന്നു, ആരെയും കാണുന്നില്ല. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. എടോ, അള്ളാഹുവിന്റെ സ്വർഗം 4 പേരെ, ഞാൻ സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുന്നു, എന്ന സ്വർഗം അള്ളാഹിനോട് ദുആ ചെയ്യുന്ന 4 പേരെ നീ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം അള്ളാഹിനോട് ദുആ ചെയ്യാ 4 വിഭാഗം ആൾക്കാരെ എനിക്ക് നീ തരണം. ആ സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒരു വിഭാഗമാരാ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് അള്ളാഹുവിന്റെ സ്വർഗം പോലും അവിടെ നിന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്നു എന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ഹദീസുകൾ പഠിക്കുന്ന ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്ഥാപനമാ സഹോദരാ. ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പടച്ച റബ്ബ് നമ്മളെ കൈവിടൂലടോ. നമ്മുടെ പ്രയാസങ്ങൾ മാറുകയാ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുകയാ, നമ്മുടെ രോഗങ്ങൾ മാറുകയാ, ജീവിതത്തിൽ സമാധാനം വരികയാ. പടച്ചവനെ എല്ലാം അല്ലാഹു വാരിക്കോരി തരികയാണ്. എങ്ങനെയെന്നറിയുവോ, ഈ മക്കളുടെ ഒരു ദുആ മതി. ഇവര് പടച്ചവനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, രോഗം മാറ്റണേ അല്ലാ,
സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. മുടിയും വളർത്തി ഔറത്തും തുറന്നിട്ടും ഇതാ മൊബൈലും കയ്യിൽ പിടിച്ച് നടക്കുന്ന മക്കളല്ലടോ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, നബി തങ്ങളുടെ ഹദീസ് പഠിക്കുന്ന, മലക്കുകളെ ചിറക് താഴ്ത്തി തണലിട്ട് കൊടുക്കുന്ന, ദുആ ചെയ്ത ദുആയിക്ക് ഇജാബത്തുള്ള ഈ മക്കളുടെ ഒരു ദുആ മതി സഹോദരാ നിനക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു നല്ല അവസരമാണ്. അല്ലാഹുവേ, ജീവിതത്തിലെ അമലുകൾ മുഴുവനും ബറാഅത്തിന്റെ രാവിലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനും മലക്കുകൾ തയ്യാറാക്കി വെക്കുന്ന മാസമാണ്. പടച്ചവരേ, ഈ കൊല്ലത്തെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഒരു നന്മ വേണ്ടേ വാപ്പാ, ഒരു നന്മ വേണ്ടേ ചെറുപ്പക്കാരാ, ഒരു നന്മ വേണ്ടേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരാളും വെറുതെ കൊടുക്കണ്ട, ഒരാളും വെറുതെ കൊടുക്കണ്ട. ഈ മക്കൾക്ക് പടച്ചവനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗം തരും ബാപ്പാ, സ്വർഗം തരും പെങ്ങള്. മോളെ, 1.25 ലക്ഷം രൂപയാണ് ഒരു പവന സ്വർണത്തിന്. പടച്ചവനെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇപ്പൊ നിന്റെ ശരീരത്ത് കിടക്കുന്നുണ്ട്. മോളെ, ഈ സമയത്ത് നിനക്കും മനസ്സ് വരുന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന സർവ്വ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നിന്റെ കയ്യിൽ കിടക്കുന്ന 1 ഗ്രാം സ്വർണത്തിന്റെ വിലയില്ല പെങ്ങള്. 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ പോലും വേണ്ട. ഈ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്ന് രാത്രി എങ്ങാനും നീ മരിച്ചു പോയാ ഇത് മുഴുവനും നിന്റെ മക്കൾ ഊരിയെടുക്കും പെങ്ങള്. എന്നാൽ ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നീയൊന്ന് നിയത്ത് ചെയ്താ അതേ 6 അടി മണ്ണിൽ കാണൂ, അതേ കബറങ്കാട്ടിൽ കാണൂ. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാ. വഅബ്ശിറൂ ബിൽ ജന്നാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയോ? വാപ്പാ, നിന്റെ ഉപ്പ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല ഉപ്പാ, നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല വാപ്പാ. ഈ പെങ്ങളെ, അവരൊക്കെ നന്മ ചെയ്തവരാ മക്കള്. അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ചത്, വെള്ളിയാഴ്ച രാവിലെ മരിച്ചത്, ഉളുവോട് കൂടി മരിച്ചത്, സംസം വെള്ളം കുടിച്ച് മരിച്ചത്. ഉസ്താദേ, എന്റെ വാപ്പ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. ഒരുപാട് നന്മ ചെയ്തത് കൊണ്ടാണോ? അവരൊരുപാട് നന്മകൾ ചെയ്തു. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്തു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നഷ്ടമാകില്ല. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്, ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഉസ്താദേ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ മക്കളും ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ, ഒരു നേരത്തെ ഭക്ഷണം നാം കൊടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ സുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖമതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പൊന്നാര മക്കള് പടച്ചവനോട് പറയുകയാണ്, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ച നിന്റെ മക്കൾ അല്ലാഹു
അള്ളാഹുവോട് പറയുകയാണ്, എന്നെ നശിപ്പിച്ചത് എന്റെ ഉമ്മയാണ് പടച്ചവര്, എന്നെ വഴിപടപ്പിച്ചത് എന്റെ വാപ്പയാണ് പടച്ചവര്. ഈ ചൂടത്ത് നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്ന തമ്പുരാര്, ചെമ്പിന്റെ തറയിൽ നിൽക്കാറ് സഹിക്കുന്നില്ല പടച്ചവര്. എന്റെ ഉമ്മാരൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നിന്റെ പൊന്നാര മക്കള് പടച്ചവനോട് പറയുന്ന ദിവസമാണ് മസ്സറ. എന്റെ ബാപ്പാ മോരി മോരി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൊണ്ട് നടന്ന നമ്മുടെ പൊന്നാര മക്കള് നാളെ നരകം കാണുമ്പോ അള്ളാഹുവിനോട് പറയുന്നു, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ പടച്ചവര്, എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാന നരകത്തിലെറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാ, എനിക്ക് സ്വർഗം താ അല്ലാ. എന്റെ ഉമ്മയുടെ എന്റെ വാപ്പയുടെ നന്മ തികയുന്നില്ലെങ്കിൽ ഉമ്മയുടെ എടുക്കൂ, ഉമ്മയുടെയും തികയുന്നില്ലെങ്കിൽ കൂടപ്പറപ്പിന്റെ എടുക്കൂ, കൂടപ്പറപ്പിന്റെ തിരയുന്നില്ലെങ്കിൽ എന്റെ ഭാര്യ എടുക്ക്, എന്റെ മക്കളെ എടുക്കൂ. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ മാത്രം സ്വർഗത്തിലേക്ക് വിടുപടച്ചവര് എന്ന് പറയുന്ന ദിവസമാണ് മഹ്ശറ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാൾ പോലും കണ്ട പരിചയം കാണിക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മമാരെ, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. വാപ്പാ എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്? പറയുന്നത് സിറാജല്ല, അല്ലാഹുവാ പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. എന്തിനാ നീ പേടിക്കുന്നത്? വബകാഹുമുല്ലാഹു ശർറ ദാലികൽ ഏറ്റവും ശർറായ ദിവസം മഹ്ശറയേക്കാൾ ശർറായ ഒരു ദിവസം വേറെയില്ലടോ. ആ ഏറ്റവും ശർറായ ദിവസം നീ പേടിക്കാതെ കടന്നു വന്നോ. പറയുന്നത് ഖുർആനാ, പറയുന്നത് ഖുർആനാ. അതുകൊണ്ട് ഈ വഅദ് നിർത്തുകയാണ്. ഈ പഠിക്കുന്ന മക്കളിൽ ഒരാൾ മതി നിനക്ക് രക്ഷപ്പെടാൻ. നാളെ ആരാരും സഹായിക്കാനില്ലാതെ യാ വൈലത്താ യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ നിന്ന് സങ്കടത്തോടെ കരയുമ്പോ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമു മതി നിനക്ക് രക്ഷപ്പെടാൻ. വാ ഉപ്പ, ഞാൻ കൊണ്ടുപോകാ. ഉപ്പ എന്തിനാ സങ്കടപ്പെടുന്നത്? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ ആരാടാ മോരെ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. നീ ആരാ? നീയും ഞാനും തമ്മിലുള്ള ബന്ധമെന്താ? നിന്നെ എനിക്കറിയില്ലല്ലോ. ഏത് കുടുംബത്തിലെയാ മോരെ എന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ചോദിക്കുമ്പോ ഈ മക്കള് പറയും, ഉമ്മാ പുത്തനങ്ങാടി സുഹദാ മക്കാബിന്റെ പരിസരത്ത് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നത് നിങ്ങളാ വാപ്പാ, നിങ്ങളാ ഉമ്മാ. അല്ലാഹു എനിക്ക് അവസരം തന്നിരിക്കുകയാ, ഇഷ്ടമുള്ളവരെ കൊണ്ടുപോകാൻ. നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൈപിടിക്കണോ, നിനക്ക് ഭക്ഷണം തന്നവരുടെ കൈപിടിക്കണോ എന്ന് പടച്ച റബ്ബ് എനിക്കൊരവസരം തന്നിരിക്കുകയാണ്. നിങ്ങളില്ലാതെ ഞാൻ പോകില്ല ബാപ്പാ, നിങ്ങളില്ലാതെ ഞാൻ പോകില്ല ഉമ്മ. ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ചില്ലേ വാ എന്ന് പറഞ്ഞ് കൈപിടിക്കാൻ ഈ സ്ഥാപനത്തിലെ ഒരു മുതഅല്ലിമു മതി പെങ്ങള്. അതാണ് വേണ്ടത് സഹോദരാ. അതുകൊണ്ട് പടച്ചവനെ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുതേറ്റ് പറയാറ് മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവാ. ഇവർക്ക് ഹലാലല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റൂല. മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ. ഇരിക്കുന്നവരെ ഞാൻ അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പടച്ചവനെ ഇതിനകത്ത് ഒരുപാട് സ്വർഗത്തിന്റെ അവകാശികളുണ്ട് റബ്ബേ, ഒരുപാട് പെണ്ണുങ്ങളുണ്ട് റബ്ബേ. എല്ലാവരും പോകണമെന്നില്ല. നീ ഇഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട് തമ്പുരാന്, അവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, അവരെ കൊണ്ട് പറയിപ്പിക്കണേ അല്ലാ. ഞാൻ പടച്ച
റബ്ബിനെ ഏൽപ്പിക്കുന്നു. ഈ മക്കൾക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം. അടുത്ത വർഷം അൽഹംദുലില്ലാ ഉറൂസിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ വരണം. ഈ മുത്തഅല്ലിമീങ്ങൾക്ക് മുഴുവനും ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം. അൽഹംദുലില്ലാ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം. എത്ര കുട്ടികളാണ്? 181 മക്കളുണ്ട്. ഒരാളെയല്ല, ഈ 181 മക്കളുടെയും ദുആ വേണം. 10,000 രൂപ ഉസ്താദെ, അതിനെ വല്ലതും കിട്ടും? 10,000 രൂപ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അത് സാധാ ചോറിനാവൂല്ലേ? സുഭിക്ഷമായ ഭക്ഷണം. അൽഹംദുലില്ലാ 10,000 രൂപ ഉസ്താദെ ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും ഒരു ദിവസം ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാം. ആരെങ്കിലും ഒന്ന് കൈ